മുഖ്യമന്ത്രിക്ക് കാണല്ല. എന്താണ് നമ്മുടെ ഒരു ഡിമാൻഡ് എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ഡിമാൻഡ് ആദ്യം മുതലുള്ള കാര്യം തന്നെയാണ് ഡ്രഡ്ജർ. കാരണം സൈന്യം തന്നെ അറിയിച്ചു കഴിഞ്ഞു, ഇനി ഡ്രഡ്ജർ എത്തിയതിന് ശേഷം ഉള്ള തെരച്ചിൽ മാത്രമേ ഇനി അവിടെ ഗംഗാവലി പുഴയിൽ ഇനി സാധ്യമാകൂ എന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞതാണ്. അതിന് പ്രകാരം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് ഘട്ടത്തിൽ ഈ തിരച്ചിൽ അവസാനിച്ചത് ഡ്രഡ്ജറിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയായിരുന്നു. അന്ന് 4 ദിവസം സമയം പറഞ്ഞിരുന്നെങ്കിൽ അതിനുശേഷം അതൊരു 2 ആഴ്ചയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. വീണ്ടും തിരച്ചിൽ നിൽക്കുന്നത് ഡ്രഡ്ജർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ആ തിരച്ചിൽ നിൽക്കുന്നത്. ഇപ്പോഴും ഏകദേശം 1 വീക്ക് കഴിഞ്ഞു ഈ ഡ്രഡ്ജറിൻ്റെ കാര്യത്തിൽ. നമ്മൾ 10 ദിവസത്തിനടുത്തായി. തീർച്ചയായിട്ടും ഇനി ഡ്രഡ്ജർ എത്താതെ ഒരു തിരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷമുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് അവരോട് ആവശ്യപ്പെടുക. ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടേ ജില്ലാ ഭരണകൂടം പറയുന്നത് അതിൻ്റെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ സഹായം മുഖ്യമന്ത്രിക്ക് അവിടുത്തെ കളക്ടർ കത്തൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക, അത് സർക്കാരിൽ നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുകൂല നിലപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അനുകൂലമായിട്ട് നിലപാട് തന്നെയാണ് ഉണ്ടാവുക. ഇതിലിപ്പം ഈ ഫണ്ട് മുടക്കിയാൽ, അതായത് 96 ലക്ഷമാണ് ഇതിൻ്റെ ചെലവ്. അപ്പോൾ അത് മുടക്കിയാൽ മാത്രമേ, അത് സർക്കാർ അനുവദിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പം നിലവിൽ ഡ്രഡ്ജറിന് എത്തിക്കാനുള്ള തടസ്സം അതാണ്. ഒരുപക്ഷെ കർണാടക സർക്കാർ അതിൽ വീണ്ടും ഒരു വൈകിപ്പിക്കൽ ഉണ്ടായാൽ എന്താണ് നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ? നിങ്ങൾ എന്താണ് അടുത്തൊരു ഇതിൽ നോക്കൂ, ആദ്യഘട്ടത്തിൽ 50 ലക്ഷമായിരുന്നു ഇതിലൊരു ബഡ്ജറ്റ് ഇട്ടതെങ്കിൽ കൂടിയിട്ടും അതും അവിടുന്ന് തന്നെ അപ്രൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ക്യാഷ് ജില്ലാ ഭരണകൂടത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന വാർത്ത തന്നെയാണ് അവർ പുറത്തുവിട്ടിരുന്നത്. ബാക്കി ഇപ്പോൾ ഗവൺമെൻറ് സഹായിക്കേണ്ടത് അതിൻ്റെ ബാലൻസ് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കേണ്ട ആവശ്യകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിപ്പം അതിലൊരു വൈകിപ്പിക്കൽ ഉണ്ടായാലേ ഇനിയിപ്പോൾ കേരള സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു സഹായം കൂടി അതിൽ ഉണ്ടാവും, അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ കുടുംബത്തിന്? അല്ല, ഇനിയും ഇപ്പോൾ തെരച്ചിൽ അതിൻ്റെ ആ കാരണത്താൽ വൈകിയാൽ പ്രശ്നമല്ലേ? അപ്പോൾ അത് അങ്ങനെ കേരള സർക്കാർ കൂടി അങ്ങനെ ഒരു വൈകിപ്പിക്കൽ ഉണ്ടായാൽ സഹായിക്കണം എന്നൊരു ആവശ്യം കുടുംബത്തിനുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സന്നദ്ധ പിന്നെയുള്ള മന്ത്രിമാർ, MLA മാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനി ഒരു ഡിലേ വരികയാണെങ്കിൽ നമ്മൾ കേരള മുഖ്യമന്ത്രിയെ കണ്ടിട്ട് കൂടി ഈ ആവശ്യം ഉന്നയിക്കും. എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള പ്രഷർ അവിടെ നിന്ന് ചെലുത്താനുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇതിനെ ഇപ്പോൾ ഈ തെരച്ചിൽ നിർത്തിയതിന് ശേഷം ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA അടക്കം ആരെങ്കിലും നിങ്ങളായിട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ജില്ലാ കളക്ടർ മേഡത്തിന് ഞാൻ 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണയും എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ എന്താ കാലാവസ്ഥ? വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഉത്തര കന്നഡയിൽ. പുഴയിൽ ഒഴുക്ക് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 4 നോട്ട്സ് ആയിരുന്നു. അതൊക്കെ ഒരു തടസ്സമാവാൻ സാധ്യത ഉണ്ടോ? വീണ്ടും എന്താ തോന്നുന്നു? ഡ്രഡ്ജറിന് ഒഴുക്ക് തടസ്സമാകാൻ സാധ്യത വളരെ കുറവാണ്. ഡ്രഡ്ജർ തിരച്ചിൽ ഒഴുക്ക്, കാരണം അത് കടലിൽ വർക്ക് ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.